ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്ന വിഷയം ശകാരം വികാരവാനെ വ്രണപ്പെടുത്തും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വികാരജീവിയായിട്ട് നമ്മൾ മുമ്പോട്ട് പോയാൽ ചെറിയ ഒരു കുറ്റപ്പെടുത്തൽ, ചെറിയ ഒരു ശകാരം, ഇതെല്ലാം നമ്മളെ വല്ലാണ്ട് മുറിപ്പെടുത്തും. നമ്മുടെ ജീവിതം അവതാളത്തിലാവും. അത് വരാതിരിക്കാനായിട്ട് വൈകാരിക പക്വത നമ്മൾ പ്രാപിക്കണം. ആത്മീയ പക്വത പോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ടതാണ് വൈകാരിക പക്വത. ആത്മീയ പക്വതയും വൈകാരിക പക്വതയും നമുക്കുണ്ടെങ്കിൽ ആര് നമ്മളെ കുറ്റപ്പെടുത്തിയാലും ശകാരിച്ചാലും അതൊക്കെ എടുക്കേണ്ടതുപോലെ എടുക്കാൻ പറ്റും. തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്താനായിട്ട് നമ്മൾ മനസ്സ് കാണിക്കും. ഇനി അതല്ല എങ്കിൽ അത് അവഗണിച്ച് മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു ഭാര്യ ഭർത്താവും കൂടെ ഒന്നിച്ചിരുന്ന് സംസാരിച്ചപ്പോൾ അവർ സൂചിപ്പിച്ചൊരു കാര്യം, ഭാര്യയുടെ ഒരു പ്രത്യേകത, അവർക്ക് എന്തെല്ലാം സംഭവിച്ചെന്ന് പറഞ്ഞാലും അവരുടെ കുടുംബത്തിൽ എന്തെല്ലാം സംഭവിച്ചെന്ന് പറഞ്ഞാലും കല്ലിന് കാറ്റ് പിടിച്ച പോലെയാണ്. അവർക്ക് കുലുക്കമില്ല. അങ്ങനെ ഈ ചെറിയൊരു കാര്യത്തിൽ പോലും പെട്ടെന്ന് പൊട്ടിത്തകരുന്ന ആ ഒരവസ്ഥ അവരുടെ ജീവിതത്തിനില്ല. എന്നാൽ അവരുടെ ഭർത്താവിൻ്റെ കാര്യം എന്തെങ്കിലും ചെറിയൊരു കാര്യം മതി, ചെറിയ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു നഷ്ടം സംഭവിച്ചാൽ മതി, അമിതമായിട്ട് ടെൻഷൻ അടിക്കുന്ന ഒരു വ്യക്തി. പറഞ്ഞു വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഭാര്യ ഈ അവസ്ഥയിൽ എത്തിയത് എങ്ങനെയാണെന്നറിയോ? ഒരുപാട് പ്രാർത്ഥിച്ച. നേരത്തെ അവർക്കും ഇങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ അവരെ അസ്വസ്ഥമാക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മാറി. ഇന്ന് അവർക്ക് ഇപ്രകാരം പെരുമാറാൻ സാധിക്കുന്നത് അതുപോലെ പ്രാർത്ഥിച്ചതുകൊണ്ടാണ്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, മോർ പ്രയർ ലെസ് വറി. പ്രാർത്ഥന ഉയർന്നു നിന്നാൽ ആകുലത കുറഞ്ഞു നിൽക്കും. ഈ ആകുലത, ഒരുപാട് ആകുലത നമ്മളെ ബാധിക്കുന്നത് ഇവിടെ പ്രാർത്ഥനാ ജീവിതം അത് ശരിയായ രീതിയിൽ പോകാതെ വരുമ്പോഴാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ എന്തു വന്നാലും അവരത് എടുക്കുന്നതിൽ ഒരു പ്രത്യേകത ഉണ്ടാകും. ഏതാനും വചനങ്ങൾ എടുക്കുമ്പോൾ ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. സങ്കീർത്തനം 3:5. സങ്കീർത്തനം പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ശാന്തമായി കിടന്നുറങ്ങും, ഉന്മേഷത്തോടെ ഉണർന്നെഴുന്നേൽക്കും. കാരണം പറഞ്ഞത്, ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്, ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്നുള്ളൊരു ബോധ്യമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഉറങ്ങാൻ പറ്റുക. ചിലർക്ക് ഉറക്കമില്ല, ഒന്ന് എഴുന്നേറ്റാൽ പിന്നെ ഉറങ്ങാൻ പറ്റത്തില്ല, ദുസ്വപ്നങ്ങൾ കാണുക, അങ്ങനെ ഉറക്കം വരാതെ രാത്രികാലം മുഴുവൻ കിടക്കുന്ന വ്യക്തികളുണ്ട്. നമുക്ക് ഈ ദൈവാശ്രയത്വം ഉണ്ടെങ്കിൽ, ദൈവിക സംരക്ഷണം നമുക്കുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുകയാണ്, ശാന്തമായി കിടന്നുറങ്ങും, ഉന്മേഷത്തോടെ ഉണർന്നെഴുന്നേൽക്കും. കാരണം ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. രണ്ടാമതൊരു വചനം സങ്കീർത്തനം 32:10. അവിടെ പറഞ്ഞിരിക്കുന്നത്, കർത്താവിൽ ആശ്രയിക്കുന്നവരെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. നമ്മൾ ആ ഒരു ദൈവിക സംരക്ഷണം എടുത്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഒന്നിനെ നമ്മൾ പേടിക്കേണ്ട കാര്യം വരത്തില്ല. കർത്താവിൻ്റെ സ്നേഹ വലയത്തിലാണ് നമ്മൾ. സങ്കീർത്തനം 112:7 വചനം കൂടി എടുത്താലോ? സങ്കീർത്തനം പറയാണ്, ദുർവാർത്ത കേട്ടാൽ പോലും ഞാൻ കുലുങ്ങത്തില്ല. ഭാര്യയെ പോലെ ദുർവാർത്ത കേട്ടാൽ പോലും ഞാൻ കുലുങ്ങത്തില്ല, കാരണം ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണ്. പ്രാർത്ഥനാ ജീവിതം പണിതുയർത്തി കഴിഞ്ഞപ്പോൾ ഭാര്യയുടെ ജീവിതത്തിലുണ്ടായ നേട്ടമാണ് എന്തു വന്നാലും കൂളായിട്ട് അതിനെ കാണാനും എടുക്കാനും അവർക്ക് സാധിക്കുന്നത്. ഭർത്താവിലില്ലാത്ത ആ ഒരു ഗുണം ഭാര്യയ്ക്കുണ്ടായത്. നമുക്കിതിൻ്റെ വെളിച്ചത്തിൽ ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ശകാരം, കുറ്റപ്പെടുത്തൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ നടത്തണം. നമുക്കൊരാളെ മുറിപ്പെടുത്താൻ എളുപ്പമാണ്, പക്ഷെ അവരെ സുഖപ്പെടുത്തിയെടുക്കണമെങ്കിൽ അത് ദുഷ്കരമാണ്. അപ്പം അതുകൊണ്ട് തന്നെ മുറിപ്പെടുത്താതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ കേട്ട 1-2 സംഭവങ്ങൾ. അമേരിക്കയിലൊരു അപ്പൻ മകനെ രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഉപദേശിച്ചു. ചെറിയ ചെറിയ കാര്യത്തിൽ പോലും കുറ്റപ്പെടുത്തി. അവസാനം ഈ അപ്പനും മകനുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാണ്ടായി. മകൻ അവൻ്റെ തോന്നിയാസം പോയി. അപ്പൻ എന്നാ പറഞ്ഞാലും അത് അനുസരിക്കാത്ത ഒരവസ്ഥ. വേറൊരു മിലിറ്ററി ചട്ടമായിരുന്നു മക്കളോട്. അവസാനം മകൻ അപ്പനെ കണ്ണിന് കണ്ടുകൂടാ. ആ അപ്പനോട് യാതൊരു ബഹുമാനവും ഇല്ലാത്ത ആ ഒരവസ്ഥയിലെത്തി. അവിടെ ഞാൻ പറഞ്ഞേ, ശകാരിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം വിവേകപൂർവ്വം നമ്മളത് ചെയ്യണം. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നമുക്ക് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസവും അതുപോലെ ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസവും നടത്താൻ പറ്റും. കൺസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കരുതി അവരുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം നടത്തുന്ന ശകാരം, തെറ്റുതിരുത്തൽ. ഡിസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അവരുടെ വികാരം അവരെ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ തകർത്ത് കളയുന്ന രീതിയിലുള്ള ശകാരങ്ങളും കുറ്റപ്പെടുത്തലുകളും. ഇതല്ല ഒരു ക്രിസ്ത്യാനി ചെയ്യേണ്ടത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കർത്താവ് കുറ്റപ്പെടുത്തിയ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 16 എടുത്താൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, മർക്കോസ് 16:14 മുതൽ വായിക്കുമ്പോൾ ഉത്ഥിതനായ കർത്താവ് കുറ്റപ്പെടുത്തുന്ന ഒരു രംഗം. എന്തായിരുന്നു കാരണം? അവരുടെ വിശ്വാസരാഹിത്യം, ഹൃദയകാഠിന്യം, അങ്ങനെയുള്ളവ ചൂണ്ടിക്കാണിച്ച് അവരെ കുറ്റപ്പെടുത്തിയ യേശുവിനെ കാണാൻ പറ്റും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8:18 മുതൽ വായിക്കുമ്പോൾ പത്രോസ് ഒരു ശിമയോനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. നിന്റെ ഹൃദയം ശുദ്ധമല്ല, അതുകൊണ്ടാണ് നീ പണം മുടക്കി വരം വാങ്ങിക്കാമെന്ന് വിചാരിച്ച് എൻ്റെ അടുത്തേക്ക് വന്നത്. നിന്റെ ഹൃദയം ശുദ്ധമല്ല,
ദൈവം നിന്നെ തകർത്ത് കളയും, അത് വരാതിരിക്കാൻ നീ അനുദപിക്കുക എന്ന് പത്രോസ് അവനോട് ആവശ്യപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് അനാവശ്യമായ കുറ്റപ്പെടുത്തൽ. അതിൻ്റെ ആവശ്യമില്ല, അത് നല്ലതല്ല എന്നുള്ളത് ഏതാനും ചില സംഭവങ്ങൾ ബൈബിളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. മത്തായി 19:13 ശിഷ്യന്മാർ ശിശുക്കളെ കുറ്റപ്പെടുത്തുന്ന ഒരു രംഗം. കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന് ശിശുക്കളെ ശകാരിക്കുന്ന ശിഷ്യന്മാരെ കാണാൻ പറ്റും. കർത്താവ് ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തുന്നത് അവിടെ നമുക്ക് കാണാൻ പറ്റും. കാരണം ഇവർ നടത്തിയത് അനാവശ്യമായ ഒരു കുറ്റപ്പെടുത്തലാണ്. യോഹന്നാൻ 9:24 മുതൽ വായിക്കുമ്പോൾ ഒരു അന്ധൻ അവൻ സൗഖ്യം പ്രാപിച്ചു. പിന്നീട് നമ്മൾ കാണുകയാണ് ഇവനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന യഹൂദരെ അവിടെ കാണാൻ പറ്റും. ഇവനെ കുറ്റപ്പെടുത്തിയ അനാവശ്യമായിട്ടുള്ള ഒരു കുറ്റപ്പെടുത്തൽ. 2 സാമുവേൽ 16:7 മുതൽ വായിക്കുമ്പോൾ ഷിമെയി ദാവീദിനെ കുറ്റപ്പെടുത്തുകയും ശകാരവർഷം അവൻ്റെ മേൽ ഒഴുക്കുകയും ചെയ്യുന്ന ഒരു രംഗം അവിടെ കാണാൻ പറ്റും. ലൂക്കാ 13:14 മുതൽ വായിക്കുമ്പോൾ അവിടെ യേശുവിൻ്റെ നേരെ പറയാനായിട്ട് പറ്റാത്തത് കൊണ്ട് സൗഖ്യം പ്രാപിക്കാൻ വന്ന ചില വ്യക്തികളോട് നിയമജ്ഞരും പരിസരും പറയുന്നത് കാണാൻ പറ്റും. നിങ്ങൾക്ക് ജോലി ചെയ്യാവുന്ന 6 ദിവസം ഉണ്ടല്ലോ, ആ ദിവസം വന്ന് സൗഖ്യം പ്രാപിച്ചുകൂടെ? എന്തിനാണ് സാബത്ത് ദിവസം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരിക? അങ്ങനെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന ഒരു രംഗം. മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, മുറിപ്പെടുത്താൻ എളുപ്പമാണ്, പക്ഷേ സുഖപ്പെടുത്താൻ അത് ദുഷ്കരമായിരിക്കാം. അതുകൊണ്ട് തന്നെ മുറിപ്പെടുത്താതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രഭാഷകൻ 29:28 ഈ വചനത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് വിചിന്തനം ചെയ്യുക. അവിടെ പറഞ്ഞിട്ടുണ്ട്, ശകാരവും പരിഹാസവും വികാരവാനെ വ്രണപ്പെടുത്തും. ശകാരം, പരിഹാസം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി ഒരുപക്ഷെ മറ്റുള്ളവർ അവരുടെ സംസാരം കൊണ്ടൊക്കെ നമ്മളെ വ്രണപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. പരിഹാരം എവിടെയാണ്? ദൈവത്തിൻ്റെ പക്കലേക്ക് നമ്മൾ തിരിയുക എന്നുള്ളതാണ്. മുറിപ്പെടുത്തിയത് മനുഷ്യരാണെങ്കിലും സുഖപ്പെടുത്തേണ്ടത് കർത്താവാണ്. ജെറമ്യായുടെ പുസ്തകം 30-ാം അധ്യായം 14-17 വചനങ്ങൾ വായിക്കുമ്പോൾ ഈ കാര്യം നമുക്ക് അവിടെ കാണാൻ പറ്റും. അതാണ് നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ സന്നദ്ധരായി കഴിഞ്ഞാൽ ഇവിടെ ഏത് പ്രശ്നത്തിനും നമ്മുടെ മനസ്സിനേറ്റ ഏത് മുറിവിനും പരിഹാരമുണ്ട്, അത് ദൈവത്തിലാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ആ ഒരു തിരിച്ചറിവോടെ നമുക്കിനി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് ആന്തരിക സൗഖ്യത്തിനും അതുപോലെ തന്നെ ആത്മാവിൻ്റെ അഭിഷേകത്തിനും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ നിറച്ചു. നമുക്കിനി ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമുക്ക് ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടോ അവരുടെ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.